നമസ്കാരം, എല്ലാ സൗഹൃദങ്ങൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പുതിയൊരു സ്റ്റിച്ച് പഠിക്കാം, ഹെറിംഗ് ബോൺ സ്റ്റിച്ച്. ഇതിന് ആദ്യം 2 ലൈൻ വരച്ചോളൂ. 2 ലൈൻ വരയ്ക്കണം കേട്ടോ. ആ ലൈൻ കൂടെ വേണം നമ്മൾ സ്റ്റിച്ച് പഠിക്കാൻ. ആദ്യം തന്നെ സൂചി നൂലും മുകളിലേക്ക് കുത്തിയെടുക്കുക, ഒരു ലൈൻ, ആദ്യത്തെ ലൈനിന്. എന്നിട്ടിത് രണ്ടാമത്തെ ലൈനിലേക്ക് കൊണ്ടുവന്ന് സൂചി താഴ്ത്തിയതിൻ്റെ അടുത്ത് തന്നെ ഇട്ട് നൂല് സൂചി കുത്തിയെടുക്കുക. കണ്ടോ, വീഡിയോയിലെ തൊട്ടടുത്തായിട്ട് തന്നെ കുത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് ലൈനിലേക്ക് സൂചി കൊണ്ടുപോയിട്ട് അതിൻ്റെ തൊട്ട് അടുത്ത് മുകളിലേക്ക് സൂചി കുത്തിയെടുക്കുക. കണ്ടല്ലോ, ഇപ്പം അതൊരു വി പോലെയായി. കണ്ടോ, ഒരു വി പോലെ. ഇനി ആദ്യത്തെ ആ വീട് മുകളിലത്തെ ലൈനിൻ്റെ വി, അതിൻ്റെ ഗ്യാപ്പ് എത്രയെന്ന് നോക്കിയിട്ട് വേണം ഇപ്പുറത്തെ ലൈനിലേക്ക് കൊണ്ടുവന്നിട്ട് സൂചി എടുക്കാൻ. അപ്പം സൂചി താഴ്ത്തിയിട്ട് തൊട്ട് മുകളിലേക്കായിട്ട് സൂചി എടുക്കുക. ഇനി ഇങ്ങനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യുന്നതിൻ്റെ മുമ്പേ ഞാൻ പറഞ്ഞു, ഗ്യാപ്പ് നോക്കണം കേട്ടോ. മുകളിലത്തെ എത്ര ഗ്യാപ്പുണ്ട് അതേ ഗ്യാപ്പ് നോക്കിയിട്ട് വേണം ഇപ്പുറത്ത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരേപോലെ തന്നെ സൂചി കുത്തി താഴ്ത്തണതും എടുക്കണതും ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം സൂചി നൂലും താഴ്ത്തുക, എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ സൂചി മുകളിലേക്ക് കുത്തിയെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഒരു ഡബ്ല്യു പോലെ കണ്ടോ, പെർഫെക്റ്റ് ഡബ്ല്യു പോലെ ഇങ്ങനെ വേണം ചെയ്യാൻ. മനസ്സിലായല്ലോ അല്ലേ? ഒരു പ്രയാസവും ഇല്ല, നല്ലൊരു സ്റ്റിച്ചാണത്, ബ്യൂട്ടിഫുള്ളാണ്. പഠിക്കാൻ വിട്ടു പോകരുത്. കാരണം ഇത് ലീഫ് ചെയ്യാനും പിന്നെ ഫ്ലവർ ചെയ്യാനും ബാക്കി ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റിച്ചാണ്. മനോഹരമാണ് ഇതിൻ്റെ വർക്ക്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ വേണം പഠിക്കാൻ കേട്ടോ. വീഡിയോ മുഴുവൻ കാണണം. വീഡിയോയുടെ അവസാനം ഞാൻ ചെയ്ത ഒരു വർക്കും കൂടി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. മനസ്സിലായല്ലോ അല്ലേ? ഒന്നും കൂടി നോക്കാം. ചെയ്ത 2 ലൈനായിട്ട് നമ്മളിത് ചെയ്ത മുകളിൽ ഇട്ട സ്റ്റിച്ചിൻ്റെ അളവ് നോക്കിയിട്ട് വേണം ഓരോ സ്റ്റിച്ചും ചെയ്യാൻ കേട്ടോ. ഇപ്പം നമ്മൾ സൂചി കുത്തി താഴ്ത്തി നേരെ ഓപ്പോസിറ്റ് അല്ല, കുറച്ച് വിട്ടിട്ട് കേട്ടോ, കുറച്ച് കീഴ്പോട്ട് വിട്ടിട്ട് അവിടെ തന്നെ നമ്മൾ സൂചി കുത്തിയെടുത്തു, ചെറിയൊരു ഗ്യാപ്പിൽ കുത്തിയെടുത്തു. ഓക്കെ, ഇനി നേരെ ഓപ്പോസിറ്റ് കുറച്ച് താഴ്ത്തിയിട്ട് വീണ്ടും നമ്മൾ ചെയ്യണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ കണ്ടോ, ആ ഒരു നല്ല ഭംഗിയായിരിക്കും. ഇത് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. 2 ലൈൻ ഇട്ടിട്ട് തന്നെ പഠിക്കണം. പിന്നെ ഇത് 6 നൂലിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സൂചി ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇത്തിരി വലിയ സൂചിയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടി ചെയ്യാൻ എളുപ്പമായിരിക്കും, അത്രയേ ഉള്ളൂ. പിന്നെ 6 നൂല് ഹോളിടാൻ ഇത്തിരി വലിയ സൂചി തന്നെ വേണം താനും. അപ്പോൾ സൂചി കുത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, സൂചി താഴത്തേക്ക് വേണം ഇത് കുത്താൻ. തൊട്ട് മുകളിലേക്ക് കുത്തിയെടുക്കുന്നത് കണ്ടോ, ശ്രദ്ധിച്ചോളൂ. താഴത്തേക്ക് കുത്തിയിട്ട് മുമ്പിലേക്ക് വേണം കുത്തിയെടുക്കാൻ. ഓക്കെ, എപ്പോഴും അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ഈ ഹെറിംഗ് ബോൺ സ്റ്റിച്ച്, ഏത് സ്റ്റിച്ച്, ക്രോസ്ഡ് ആവട്ടെ പിന്നെ ഡബിൾ ഹെറിംഗ് ബോൺ ആവട്ടെ, അത് ഏത് ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നത് സൂചി ഇതുപോലെ കുത്തിയിട്ട് മുമ്പിലേക്കാണത് എടുക്കുക. തൊട്ടടുത്തേക്ക് വേണം ഇത് എടുക്കുക കേട്ടോ. കണ്ടോ, ദൂരത്തേക്കല്ല, തൊട്ട് മുമ്പിലേക്ക് വേണം ഇത് എടുക്കാൻ. അത് മാത്രം ശ്രദ്ധിക്കുക. പിന്നെ മുമ്പിലത്തെ ഗ്യാപ്പ് തന്നെ തൊട്ട് പിന്നിലേക്കൊക്കെ ഗ്യാപ്പ് വേണം. അപ്പുറത്തെ ലൈൻ, 2 ലൈനും കാണുമ്പോൾ ഒരേപോലെ ഇരിക്കണം ഗ്യാപ്പ്. അതാണ് അതിൻ്റെ ഭംഗി. മനസ്സിലായല്ലോ അല്ലേ? ഈ സ്റ്റിച്ചിങ് ക്ലാസ് വഴി നമ്മൾ ഒത്തിരി സ്റ്റിച്ചുകൾ പഠിച്ചു അല്ലേ? റണ്ണിങ്, പിന്നെ റണ്ണിങ്ങിൻ്റെ തന്നെ കുറേ വകഭേദങ്ങൾ പഠിച്ചു. പിന്നെ ബാക്ക് സ്റ്റിച്ചായ സ്റ്റെം സ്റ്റിച്ച് അല്ലേ, ഫ്രഞ്ച് നോട്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ബേസിക് സ്റ്റിച്ചുകളാണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോന്നും വളരെ ഒരു തവണ പഠിച്ച് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് നമ്മളത് മറന്നു പോകും. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പം നമ്മൾ 4 സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ 4 സ്റ്റിച്ചും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെറിംഗ് ബോൺ വെച്ചിട്ട്, ഹെറിംഗ് ബോൺ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്ത
തെങ്ങാണത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്